ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ കോഴ വാഗ്ദാനം ലഭിച്ചുവെന്നായിരുന്നു ജാഫർ പറഞ്ഞിരുന്നു. ആ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. വോട്ടെടുപ്പിന് ശേഷം അംഗത്വം രാജിവെച്ച് മുങ്ങിയ യു ജാഫർ ഇന്ന് 24-ലൂടെയാണ് വിവാദങ്ങൾക്ക് പ്രതികരണവുമായി രംഗത്തെത്തിയത്. സുഹൃത്തിനോട് തമാശയായി പറഞ്ഞതാണ് ഇക്കാര്യം എന്നാണ് ജാഫർ പിന്നീട് മലക്കം മറിഞ്ഞത്. കോൺഗ്രസിന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. LDF-നും UDF-നും 7 അംഗങ്ങൾ വീതമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ കൂറുമാറി LDF-നാണ് വോട്ട് ചെയ്തത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതിലൂടെ ഭരണം LDF-ന് ലഭിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേന്ന് EU ജാഫർ വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോട് നടത്തിയ സംഭാഷണമാണ് CPM-ന് കുരുക്കായത്. 2 ഓപ്ഷൻ CPIM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ 50 ലക്ഷം പണം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് തന്റെ തീരുമാനമെന്ന് EU ജാഫർ പറയുന്നു. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്. 1-2 റുപ്യ അല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാൽ മതി. വോട്ടെടുപ്പിന് അടുത്ത ദിവസം 31 വോട്ടിന് തളി ഡിവിഷനിൽ നിന്ന് ജയിച്ച EU ജാഫർ അംഗത്വം രാജിവെച്ച് മുങ്ങി. ദിവസങ്ങൾക്ക് ശേഷം കോഴ വിവാദത്തിൽ 24-ലൂടെ പ്രതികരണവുമായി EU ജാഫർ രംഗത്ത്. സംഭാഷണത്തിലുള്ളത് തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളെന്നാണ് ജാഫറിന്റെ വാദം. CPM-കാർ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ലെന്നും പ്രതികരണം. ഞാൻ സ്വാഭാവികമായിട്ടും മുസ്തഫാനായിട്ട് മുന്നും ഇതുപോലെ പല സംസാരങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം മണ്ഡലം പ്രസിഡന്റാണ്. ഞാൻ ആളെയാണ് വിളിച്ച് സംസാരിച്ചത്. കാരണം ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കാശ് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ ഞാനത് ലൈവിൽ എനിക്ക് അദ്ദേഹത്തെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഞാനത് വെറുതെ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല. LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തത് അബദ്ധത്തിൽ സംഭവിച്ചത്. അതിനാലാണ് അംഗത്വം രാജിവെച്ചതെന്നും ജാഫറിന്റെ വിശദീകരണം. സംഭവത്തിൽ CPM-നെ വിമർശിച്ച UDF നേതാക്കൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു കുതിരക്കച്ചവടത്തിലൂടെ കൈക്കലാക്കിയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ജനാധിപത്യത്തിന് ഒരു വ്യക്തമായ ഒരു അന്തസ്സുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു രീതി CPM-ഉം ഇടതുപക്ഷവും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹം ചെയ്ത നടപടി തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും വിളിച്ചത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ആരോപണം ശുദ്ധ അസംബന്ധമെന്ന CPM ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള കുതിരക്കച്ചവടവും വോട്ട് വാങ്ങലും ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. അതേസമയം വടക്കാഞ്ചേരിയിൽ ഒരു അവസരവാദ നിലപാടും LDF സ്വീകരിച്ചിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ LDF ഇല്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നായിരുന്നു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡൻ്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIM-നില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. വരട്ടെ. ഞങ്ങൾക്ക് ഈ 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് എല്ലാവരും അറിയില്ലേ. ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിന്നിൽ പ്രശ്നമുള്ളൂ. നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. ആ നിലപാടാണ് സ്വീകരിച്ചത്. ഇനിയും ഏതെങ്കിലും രീതിയിൽ അവിടെ അത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു. UDF-ലെ ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ് ആളെ പുറത്ത് കളഞ്ഞു. ആൾ അപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക, എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ BJP രീതിയിൽ പരിശ്രമിക്കുക. CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.